കണ്ഠത്തിൽ ദേവത വരുന്നു എന്നുള്ളൊരു ഇത് പറഞ്ഞതുകൊണ്ട് ഒരു പുതിയ മേഖല, ഇപ്പം ദേവത എന്നുള്ള വാക്ക് അതെങ്ങനെയാണ്? ഭയങ്കര ഈസിയാണ്. ഭാരതത്തിലെ ദേവി എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഞാൻ നിത്യം ദേവി ദേവി എന്ന് പറയുന്നുണ്ട്, അമ്മയായിട്ട് ഭജിക്കുന്നുണ്ട് പറയാം. വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ട്. ദേവയതി ഇതി ദേവി, അല്ലെങ്കിൽ ദിവദ്യോതനെ, ദ്യോതിപ്പിക്കുന്നവളാണ് ദേവി അല്ലെങ്കിൽ ദേവൻ. എന്തിനെ ദ്യോതിപ്പിക്കുകയായിരിക്കും? സാമാന്യമായിട്ട് പറയും, നമ്മളുടെ അമ്മയെ ദേവിയായിട്ട് കണക്കാക്കും. നമ്മൾ സ്ഥൂലത്തിൽ കണക്കാക്കിയിട്ട് സൂക്ഷ്മത്തിലേക്ക് പോവാം. എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പത്തിൽ ഒരു സാധനം ചെയ്യുമ്പോൾ ഇടാ അത് ചെയ്യരുത് പറയില്ലേ, ഇത് ചെയ്യണം, ഇങ്ങനെയല്ലേ പറയുക? രാവിലെ ഇന്നത് ചെയ്യണം, ഇത് ചെയ്യരുത് അല്ലേ? പറഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യിക്കും? ചെയ്യിപ്പിക്കും. അങ്ങനെ തന്നെയല്ലേ? പറയുക മാത്രമല്ല ചെയ്യുക, നമ്മളെ കൊണ്ട് കൈ പിടിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു അല്ലേ? ഇതിനെയാണ് നമ്മൾ അമ്മയെന്ന് പറയുന്നത്. ആണല്ലോ, അമ്മ ദേവിയാണെന്നും പറയും, ഉറപ്പല്ലേ? ഇത്രയേ ഉള്ളൂ ഇവിടെയും. ദേവയതി പ്രവൃത്തി നിവൃത്യുപദേശേന യഥാധികാരം വ്യവഹാരയതീതി ദേവി. നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അത് നിങ്ങളെ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരുന്ന, എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ ഠക് ഠക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഓ ഉള്ളിലൊരു തോന്നലുണ്ട്, ഈ തോന്നലുണ്ടാക്കുന്ന ഏത് ശക്തിയാണോ അതാണ് ദേവി. അതിന് നമ്മളൊരു വ്യക്തിഭാവം കൊടുത്തതാണ്. കാരണം നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല ഒരു സാധാരണക്കാരന്. അപ്പോൾ അതിന് പകരം നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ ആശയം ഇതാണ്. എളുപ്പത്തിൽ ഞാൻ സ്ഥിരം പറയുന്നുണ്ട്, ദേവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടാട്ടോ വേണ്ടാട്ടാ അപകടമാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ചില വിഷയങ്ങൾ പറയാറുണ്ട് ഇല്ലേ? ആരാ പറയുന്നത് നിങ്ങളോട്? പറയാറില്ലേ? അബദ്ധം പറ്റിപ്പോയതാ, ഉള്ളിൽ തോന്നിയതാ പലവട്ടം വേണ്ടായിരുന്നു ഇല്ലേ? ഈ പലവട്ടം വേണ്ടായിരുന്നു തോന്നിപ്പിച്ചതാരാ? ചിലത് പറയും വേണം വേണം, എന്നിട്ട് ഉള്ളിൽ ഒരുപാട് വട്ടം വിചാരിച്ചാൽ ചെയ്യേണ്ടതാണ് പക്ഷേ ചെയ്തില്ല. ഈ തോന്നിപ്പിച്ചതാരാ? അതിനെ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരുന്നതാരാ? അതിന് മൂലമായിട്ടിരിക്കുന്ന ഏത് ശക്തിയാണോ നിങ്ങളുടെ ഉള്ളിൽ ആ പറയുന്നത്, അതിനെയാണ് നമ്മൾ ദേവി എന്ന് ഭാരതത്തിൽ പറയുന്നത്. പക്ഷെ അതിലിപ്പോൾ നമ്മുടെ ഈ വാസനകൾ കൊണ്ട് നമ്മൾ ഡ്രിവണായിട്ട് ഓരോന്ന് വേണം എന്ന് നമുക്ക് തോന്നില്ലേ? അപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള തോന്നലും ഈ വാസന കൊണ്ട് കലർന്ന തോന്നലും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്ക് രണ്ടും വളരെ സ്ഥിരമായിട്ട് വരാനുണ്ട്. അച്ഛനും അമ്മയുടെ വ്യത്യാസവും വ്യക്തിയുടെ വ്യത്യാസം നമ്മൾ ഇച്ഛയും ഹിതവുമാണെന്ന് പറയും. ഒരു കുട്ടി രാത്രി മുഴുവൻ ബഹളം ഉണ്ടാകും, എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു അമ്മയുടെ മുമ്പിൽ. അമ്മ പറയുന്നു കൊടുക്കണ്ട, അത് ഹിതമല്ല. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇച്ഛയാണ്, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഹിതമാണ്. ഇത് കഴിച്ചാൽ ഇവന് തൊണ്ടവേദന വരും, രാവിലെ കഫം കയറും, അതുകൊണ്ട് ഇപ്പം ഇത് കൊടുക്കണ്ട എന്നുള്ളത് ഹിതമാണ്. ഈ രണ്ട് ഭാവങ്ങളും നമുക്ക് തിരിച്ചറിയാന്നുള്ളതാണ്. അതിയാണോ ഹിതമാണോ എന്നുള്ളത് ഏത് വ്യക്തിക്കും തിരിച്ചറിയാം. ഇത് നമുക്ക് അറിയാതെ ഇച്ഛയെ പോയി തുടർച്ചയായിട്ട് പോകുമ്പോൾ, ഇത് ഞാൻ സൈക്കാട്രിക്കലി പറയുമ്പോൾ പറയാറുണ്ട്. സാധാരണ നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ വേണം വേണ്ട എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം തരും. ആദ്യം തുടർച്ചയായിട്ട് വരും, പിന്നെ പതുക്കെ കുറയും, പിന്നെ ബോധം മാത്രമാവും വേണ്ടിയിരുന്നില്ല. പിന്നെ നിങ്ങളത് കേൾക്കാതെ ആകുമ്പോൾ ഉള്ളിൽ ആ തോന്നലേ ഉണ്ടാവാതെയാവും, നിങ്ങൾക്കൊരു ഹാബിച്വലായിട്ട് മാറും. യഥാർത്ഥത്തിൽ ഏത് വ്യക്തിയുടെ ഉള്ളിലും ഈ സാധനം സഹജമായിട്ട് തന്നെയുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് സഹജമായിട്ട് ഇത് ഇല്ലാത്തൊരു വ്യക്തി ഉണ്ടാവില്ല. നിങ്ങളത് കേൾക്കാത്തതുകൊണ്ടാണ്. നമ്മളത് കേൾക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നില്ല. എത്ര മാത്രമേ ഒരു വ്യക്തിക്കുള്ള വ്യത്യാസമുള്ളൂ. ഏത് വ്യക്തി നോക്കിക്കോളൂ, ഒരു ജയിലിൽ പോയ വ്യക്തി ഒന്ന് തിരിച്ചു കൊണ്ട് നോക്കുക, കരഞ്ഞു വരുന്നുണ്ട്. അവൻ്റെ തെറ്റ് സൂചിപ്പിക്കുന്ന നിമിഷം കരഞ്ഞു തുടങ്ങും. എന്തുകൊണ്ട് കരയുന്നു? അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം തിരിച്ചു വരുന്ന നിമിഷം അവനത് കരഞ്ഞു തുടങ്ങും. എന്തുകൊണ്ട് കരയുന്നു? ഉള്ളിൽ താൻ ചെയ്ത് തെറ്റാണെന്നുള്ള ബോധം അവനുള്ളതുകൊണ്ട് ഉണ്ടാവും. ഇത് സഹജതയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ ദേവി എന്ന ശബ്ദമുള്ള കാലത്തോളം എല്ലാ ജീവികളുടെ ഉള്ളിലും നിലനിൽക്കുന്നതാണ്. പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും ഇത് തന്നെയുണ്ട്. എല്ലാവരിലും ഉണ്ട്, ചെയ്യേണ്ടതാത്തതും ചെയ്യരുതാത്തതും. സഹജ ഗുണം മാറുന്നത് മാത്രം. എങ്ങനെ? സംസ്കാരം കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും. അതുകൊണ്ടാണ് സജ്ജന സംസർഗം വേണം എന്ന് പറയുന്നതും കുട്ടിയെ നിയന്ത്രിക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നതും.